ഓരോ പ്രദേശങ്ങളിലും ഒരു കറി തന്നെ പല ചേരുവകളും രുചികളുമാണ്. സദ്യകൾക്ക് സാധാരണയായി ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചി കറിയാണ് വെക്കുന്നത്. പുളിയിഞ്ചി അങ്ങനെ കാണാറില്ല. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ പൊടി പൊടിയായി അരിഞ്ഞ ഇഞ്ചി കൂടി ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുക്കണം. ചിലയിടങ്ങളിൽ ഇത്ര തന്നെ പൊടിയാക്കാറുമില്ല, അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ഇതൊരൽപ്പം പൊടിയാക്കിയാണ് അരിഞ്ഞേക്കുന്നത്. ഇനി തീ ഒന്ന് വളരെ കുറച്ച് വെച്ചിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് അതും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കും. ഇത് പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് കുറുകണം. സാധാരണ ഇഞ്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊന്നും ആ ഭാഗത്തോട്ട് പോലും വരാറില്ല. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേർന്നാകുമ്പോൾ ചോറിൻ്റെ കൂടെ അവരിത് നന്നായി കഴിക്കുകയും ചെയ്യും. ഇനി ഇതൊന്ന് കുറുകി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ശർക്കരപ്പാനി കൂടി ചേർത്ത് നന്നായി കുറുക്കിയെടുക്കണം. എന്തായാലും ഈ വർഷത്തെ ഓണത്തിന് ഇഞ്ചിക്കറിക്കൊപ്പം ഞങ്ങൾക്ക് പുളിയിഞ്ചിയുമുണ്ട് കൂട്ടായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.